D'Alembert's solution of the wave equation. ഇതിൽ നമ്മൾ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ D'Alembert's മെത്തേഡ് വഴി എങ്ങനെയാണ് ചെയ്യാനാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് വേവ് ഇക്വേഷൻ. വി ഹാവ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ വേവ് ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ അസ്യൂം ചെയ്യണം. So v equal to x plus ct and z equal to x minus ct. These are the 2 independent variables. ഇനി ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും യുവും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ദ ഫംഗ്ഷൻ യു ഓഫ് എക്സ് ആൻഡ് വൈ ബിക്കംസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് സെഡ്. സോ നെക്സ്റ്റ് പറയുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസായ വിയും സെഡിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു ടിയും പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ dou v by dou t equal to dou by dou t of x plus ct. That is equal to, we get c. Then dou v by dou x equal to dou by dou x of x plus ct. That is equal to 1. Similarly z നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. That is dou z by dou t equal to dou by dou t of x minus ct. That is equal to minus c. Then dou z by dou x equal to dou by dou x of x minus ct. That is equal to 1. Then u നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ ഈ യുവിൽ എക്സിലേക്ക് എങ്ങനെയൊക്കെ വരാം, യുവിൽ നിന്ന് വിയിലേക്ക് എക്സിലേക്ക് വരാം, അതുപോലെ തന്നെ യുവിൽ നിന്ന് സെഡിലേക്ക് പോയിട്ടും എക്സിലേക്ക് പോകാം. അതാണ് ചെയിൻ റൂൾ. വി ഹാവ് ഓൾറെഡി സ്റ്റഡി വാട്ട് ഇസ് ചെയിൻ റൂൾ. സോ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും കാണണം. എന്നാലും നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനായ യു ഓഫ് എക്സ് വൈ എന്തെന്ന് കാണാൻ പറ്റും. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എങ്ങനെയൊക്കെ എഴുതാം, ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. അതേപോലെ തന്നെ ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. അതേപോലെ തന്നെയാണ് ഡോ യു ബൈ ഡോ ടിയും കാണേണ്ടത്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. സോ ഡോ യു ബൈ ഡോ വി ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു നമ്മൾ 1 ആണ് നേരത്തെ കണ്ടുപിടിച്ചു, 1 പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. അതേപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ എക്സും 1 ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. സോ വി ഗെറ്റ് ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് കിട്ടി. സോ ഡോ സ്ക്വയർ യു ബൈ dou x square we can write it as dou by dou x of dou u by dou x. That is equal to dou by dou x of dou u by dou x നമ്മൾ ഫൈൻഡ് ചെയ്തു. that is dou u by dou v plus dou u by dou z ആണ് നേരത്തെ ഫൈൻഡ് ചെയ്തു. സോ that is equal to by ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, dou by dou v ഇൻറ്റു dou u by dou v plus dou u by dou z do dou v by dou x plus dou by dou z of dou u by dou v plus dou u by dou z do dou u by dou x. So that is equal to dou by dou v of dou u by dou v plus dou u by dou z. dou v by dou x നമ്മൾ ഫൈൻഡ് ചെയ്തു, ഇതിൻ്റെ 1 ആണ് വാല്യൂ, പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. അതേപോലെ തന്നെ ഡോ യു ബൈ ഡോ എക്സിൻ്റെയും ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്, ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെയും വാല്യൂ 1 ആണ് ഫൈൻഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം, ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് ഡോ വി പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് കിട്ടി.
ഇത് രണ്ടിൻ്റെയും വാല്യൂസ് ഡോ വി ഡോ സെറ്റും ഡോ സെഡ് ഡോ വിയും സെയിം ആയിട്ട് കണക്ക് കൂട്ടാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ പ്ലസ് 2 ടൈംസ് ആണ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ്. സോ 2 ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ കിട്ടി. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് ഇത് കിട്ടി. ഇക്വേഷൻ നമ്പർ 3. അതേപോലെ തന്നെ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും ഫൈൻഡ് ചെയ്യണം. സോ ഡോ യു ബൈ ഡോ ടി നമുക്ക് ചെയിൻ റൂൾ പ്രകാരം ഇങ്ങനെ എഴുതാം. ഡോ യു ബൈ ഡോ വി ഡോ വി ബൈ ഡോ ടി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഡോ സെഡ് ബൈ ഡോ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡോ വി ബൈ ഡോ ടിൻ്റെ ഡോ സെഡ് ബൈ ഡോ ടിൻ്റെയും വാല്യൂ നമ്മൾ സിയും മൈനസ് സിയും റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് സൈൻ ആയതുകൊണ്ട് സി ഡോ യു ബൈ ഡോ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ്. This is equal to dou u by dou t കണ്ട്. Then next is we have to find dou square u by dou t square കാണണ്ടേ. So dou square u by dou t square we can write it as dou by dou t of dou u by dou t. That is equal to dou by dou t of ഡോ യു ബൈ ഡോ ടി നമ്മൾ ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇക്വൽ ടു സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. ഡോ ബൈ ഡോ വി സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ വി ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ടി. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ട പോലെ തന്നെയാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ കാണേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ഇൻറ്റു സി ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഡോ വി ബൈ ഡോ ടിൻ്റെ വാല്യൂ നമ്മൾ സി ആണെന്ന് ഫൈൻഡ് ചെയ്തിന്. സോ പുട്ട് ഹിയർ സി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സി ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ്. അതേപോലെ ഡോ സെഡ് ബൈ ഡോ ടിൻ്റെ വാല്യൂ പറയുന്നത് മൈനസ് സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ഹിയർ സി സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് സി സ്ക്വയറും ഉണ്ട്. സോ നമുക്ക് സി സ്ക്വയറിന് ഔട്ട് സൈഡ് എടുക്കാം. therefore സി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് മൈനസ് സി സ്ക്വയർ ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ഇങ്ങനെ എഴുതാം. ഇനി ഈ രണ്ട് സി സ്ക്വയറിനെയും കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് ഡോ വി പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഇത് 2 ടൈംസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് ആവും ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ മൈനസ് 2 ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. സോ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഫൈൻഡ് ചെയ്ത്. സോ നമ്മൾ ഇക്വേഷൻ 1 ഈ 3 ആൻഡ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 and 4 in equation number 1.
ദാറ്റ് ഈസ് വി ഹാവ് ഇക്വേഷൻ നമ്പർ 1 നമുക്കുണ്ട് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. സോ നമ്മൾ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വി ഗെറ്റ് സി സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ മൈനസ് 2 ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി സി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഇൻറ്റു ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ പ്ലസ് 2 ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ. ഇത് നമ്മൾ ഇപ്പോഴത്തെ സൈഡ് എടുക്കുമ്പം ഈ സി സ്ക്വയർ ക്യാൻസൽ ആവും. അതേപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയറും ക്യാൻസൽ ആവും. ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയറും ക്യാൻസൽ ആവും. പിന്നെ ഉള്ളത് ഈ 2ഉം ക്യാൻസൽ ആവും. ദെൻ ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ വി ഗെറ്റ് 2 ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് ഈക്വൽ ടു 0 എന്ന ഫോമുല കിട്ടാം. അത് ഈ 2 ഇപ്പുറത്ത് വെക്കുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. ഫൈനലായിട്ട് നമുക്ക് കിട്ടുക ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇൻ്റഗ്രേഷൻ ആണ്. സോ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആദ്യം ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡോ യു ബൈ ഡോ വി ഈക്വൽ ടു എഫ് ഓഫ് വി. സോ ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വി ആണ് ചെയ്യേണ്ടത്. സോ വി ഗെറ്റ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വി ഡി വി പ്ലസ് സൈ ഓഫ് സെഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് വെർ എഫ് ഓഫ് വി ഡി വിനെ നമുക്ക് ഫൈ ഓഫ് വി ആണ് ആക്കിയിട്ട് എഴുതാം. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് യു ഈക്വൽ ടു ഫൈ ഓഫ് വി പ്ലസ് സൈ ഓഫ് സെഡ് ഇങ്ങനെ എഴുതാം. So this is the equation number 5. സോ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാണേണ്ടത് വെച്ചാൽ സൊല്യൂഷൻ ആണ്, വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. സോ ബൈ ഇക്വേഷൻ നമ്പർ 2 and 5 we can write it as u of xt equal to phi of x plus ct. ഒന്നുമില്ല, വിക്ക് പകരം നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തതിന് വി ഈക്വൽ ടു എക്സ് പ്ലസ് സി ടി ആണ്, അത് എഴുതിയതേ ഉള്ളൂ. പ്ലസ് സൈ ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് സി ടി ആണ്, എക്സ് മൈനസ് സി ടി. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഇക്വേഷൻ. സോ ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ.